പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കനകയാണെങ്കിൽ ഗോവിന്ദനോട് പറയുന്നുണ്ടായിരുന്നു അനിയും നന്ദും തമ്മിലുള്ള കല്യാണം നടക്കുമെന്ന് ആ ജ്യോത്സ്യർ തറപ്പിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു ആശങ്കയിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അനിയനേക്കാളും നന്ദു അനിയനെ സ്നേഹിക്കുന്നുണ്ടോയെന്ന് നമുക്കറിയില്ലല്ലോ. അവളിങ്ങനെ ഏത് സമയം ചിലപ്പോൾ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടും അതുപോലെ തന്നെ മൊബൈൽ നോക്കി ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുന്നത് കാണാം. അവളുടെ മനസ്സിൽ എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ. പെൺകുട്ടികളല്ലേ, അപ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് കണ്ടുപിടിക്കാനും പറ്റില്ല. അവരാരോടും അങ്ങനെ ഒന്നും തുറന്നു പറയില്ല എന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഗോവിന്ദൻ പറയുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ നമ്മളതിനെക്കുറിച്ച് ഓർത്ത് ഇതാവൊന്നും വേണ്ട, നല്ല കല്യാണാലോചന വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നന്ദുവിൻ്റെ കല്യാണം അങ്ങ് നടത്താം, അപ്പോൾ പിന്നെ അതൊക്കെ അങ്ങ് ശരിയായിക്കോളും എന്നാണ് കേട്ടോ ഗോവിന്ദൻ പറയുന്നത്. അപ്പോഴും കനകയ്ക്ക് നല്ല പേടിയാണ് ആ ജ്യോത്സ്യർ അത്രയും തറപ്പിച്ച് പറഞ്ഞുകൊണ്ട്. നന്ദു മനസ്സിലോർക്കുന്നുണ്ടായിരുന്നു ഇനിയിപ്പോൾ എനിക്ക് വിധിച്ചതാണ് അനിയെന്നുണ്ടെങ്കിൽ പിന്നെ അതങ്ങനെ നടക്കട്ടെ എന്നിങ്ങനെ നന്ദു ആണെങ്കിലും ഇങ്ങനെ മനസ്സിലോർത്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നന്ദു ജ്യോത്സ്യരുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് ജ്യോത്സ്യരെ കൊണ്ട് ഇങ്ങനെ പ്രശ്നം വെപ്പിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ജ്യോത്സ്യരും പറയുന്നത് അനി തന്നെ നന്ദുവിനെ കല്യാണം കഴിക്കുമെന്നാണ് കേട്ടോ. അപ്പോൾ അതിന് ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതിന് എന്തെങ്കിലും പ്രതിവിധി ഉണ്ടോ കല്യാണം നടക്കാതിരിക്കാൻ വേണ്ടിയിട്ട് എന്നൊക്കെ നന്ദു ചോദിക്കുന്ന സമയത്ത് ജ്യോത്സ്യർ തർപ്പിച്ച് പറയുന്നുണ്ടായിരുന്നു അതിനൊരു പ്രതിവിധി ഇല്ല. ഇനിയിപ്പോൾ ആകെയുള്ള പ്രതിവിധി അനി ഇങ്ങനെ നന്ദുവിനെ കല്യാണം കഴിക്കുന്നത് തന്നെയാണെന്ന് പറയും കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പ്രതിവിധി ഇല്ലാത്ത കാര്യങ്ങൾക്ക് പലപ്പോഴും പ്രതിവിധി ഉണ്ടാക്കാൻ നോക്കുമ്പോഴാണ് പല പ്രശ്നങ്ങളും ഉണ്ടാകുന്നത്. ജ്യോത്സ്യരുടെ ഭാര്യമാർ ഒളിച്ചോടി അങ്ങനെയൊക്കെ പറഞ്ഞ് കേട്ടിട്ടില്ലേ? അത് ഇങ്ങനത്തെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ ഒരു പ്രതിവിധി ഇല്ലാത്ത കാര്യത്തിന് നമ്മളായിട്ട് പല പ്രതിവിധികളും ഉണ്ടാക്കി കൊടുക്കുമ്പോഴാണ് അങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. ഇതിപ്പോൾ ദൈവം നിശ്ചയിച്ചത് ഇങ്ങനെ തന്നെയാണ്, അനി നന്ദു ഒന്നിക്കുക എന്നുള്ളത് തന്നെയാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ജ്യോത്സ്യർക്ക് ദക്ഷിണയ്ക്ക് കൊടുത്തിട്ട് പിന്നീട് നന്ദു അവിടെ നിന്ന് അങ്ങ് പോകുന്നുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ ഒരു ഡോക്ടറുടെ അടുത്തേക്കാണ് കേട്ടോ ചെല്ലുന്നത്. ഒരു കൗൺസിലിങ്ങിന് ചെന്നതാണെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ ഡോക്ടറോട് ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോഴും ഡോക്ടറും അനി നന്ദും തമ്മിലുള്ള കല്യാണം നടക്കണം എന്ന് തന്നെയാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അതിന് പല എതിർപ്പുകളും ഉണ്ടല്ലോ എന്ന് ഡോക്ടറോടും നന്ദു പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ നന്ദുവിൻ്റെ പ്രശ്നങ്ങളൊക്കെ എനിക്കറിയാം. നന്ദുവിൻ്റെ 2 ചേച്ചിമാരും അനിയുടെ 2 ഏട്ടന്മാരെയാണല്ലേ കല്യാണം കഴിച്ചിട്ടുള്ളത് എന്ന് പറയൂ കേട്ടോ. അപ്പോൾ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല, നിങ്ങൾ തമ്മിൽ പരസ്പരം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ അനി വേറൊരു കല്യാണം കഴിച്ചിട്ടുണ്ടെങ്കിലും അത് നന്ദുവിന് ഇങ്ങനെ സഹിക്കാൻ പറ്റുമോ, നന്ദുവിന് വലിയ വിഷമാവില്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അനി സ്നേഹിക്കുന്നതിനേക്കാളും നന്ദു അതുപോലെ തന്നെ അനിയനെ സ്നേഹിക്കുന്നുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത് എന്നൊക്കെ ഇങ്ങനെ ഡോക്ടറും പറയുന്നുണ്ട്. അപ്പോൾ ഡോക്ടറും അതന്നെയാണ് പറയുന്നത് കേട്ടോ. ഇനിയിപ്പോൾ അനിയും നന്ദും തമ്മിൽ ഒന്നിക്കണം, ഇനിയിപ്പോൾ അങ്ങനെ നിങ്ങളുടെ കല്യാണം നടക്കുകയാണെങ്കിൽ എന്നെ അറിയിക്കണം കേട്ടോ, ഞാൻ വരും കല്യാണത്തിന് എന്നൊക്കെ പറയുന്നുണ്ട്. ഡോക്ടറും ജ്യോത്സ്യരും ഒക്കെ അങ്ങനെ പറഞ്ഞതുകൊണ്ട് തന്നെ പിന്നെ നന്ദു ആ ഒരു ആശ്വാസത്തിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നുണ്ടായിരുന്നേ. നന്ദു ആണെങ്കിലും തിരിച്ചു പോകുന്ന സമയത്തും അങ്ങനെ ജ്യോത്സ്യർ പറഞ്ഞ കാര്യങ്ങളും അതുപോലെ തന്നെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേട്ടോ ഓർക്കുന്നത്. അനിയും നന്ദും തമ്മിൽ ഒന്നിക്കും എന്നുള്ള കാര്യങ്ങൾ തന്നെയാണല്ലോ, ഒന്നിക്കണം എന്നൊക്കെ തന്നെയാണല്ലോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ ഓർത്തുകൊണ്ടാണ് നന്ദു വീട്ടിലേക്ക് തിരിച്ചു പോകുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ജലജേനെയാണ് കാണിക്കുന്നത്. ജലജ മേക്കപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അബി അവിടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ടായിരുന്നു അമ്മ ഈ വയസ്സാം കാലത്ത് ഇനിയും ഇപ്പോൾ സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ നോക്കുകയാണോ എന്നൊക്കെ ചോദിക്കും. അപ്പോൾ ഞാൻ അല്ലെങ്കിലും സുന്ദരി തന്നെയാണ്, എന്നെ കണ്ടാൽ നിൻ്റെ അത്രയും പ്രായമുള്ളൊരു മകനുണ്ടെന്ന് ആരെങ്കിലും പറയുമോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ. പിന്നീട് അബിയാണെങ്കിൽ ജലജയോട് പറയുന്നുണ്ടായിരുന്നു നമുക്ക് ചെയ്യാൻ പറ്റാത്തൊരു കാര്യം ഇനി അനാമിക ചെയ്യാൻ പോവുകയാണെന്ന് പറയും. അപ്പോൾ ജലജ ചോദിക്കുന്നുണ്ടായിരുന്നു നിനക്ക് ഇങ്ങനെ പറയാൻ നാണുണ്ടോ, നിനക്ക് നിൻ്റെ ഏട്ടനെ താറടിച്ച് കാണിക്കാൻ കിട്ടിയ നല്ലൊരു അവസരം കിട്ടിയതായിരുന്നു, അന്ന് നീ അതെന്താ ചെയ്യാതിരുന്നതെന്ന് എനിക്കിപ്പോഴും നല്ല സംശയമുണ്ട് എന്ന് പറയുമ്പോൾ അബി പറയാണ് അന്നിങ്ങനെ ഞാൻ വിളിച്ച മീഡിയക്കാരെ ആദർശനും നയനയ്ക്കൊക്കെ അറിയായിരുന്നു, അതുകൊണ്ട് തന്നെ അവർ അതിനെ തടഞ്ഞു. ഇന്നിപ്പോൾ ഞാൻ അനാമികയ്ക്ക് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് ആദർശനും അതുപോലെ തന്നെ കിരണിനൊന്നും ഒരു ബന്ധവും ഇല്ലാത്ത ഒരു മീഡിയയാണ്, അതുകൊണ്ട് തന്നെ ഈ കാര്യങ്ങളെല്ലാം പുറത്തു വരും എന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ അനാമികയാണെങ്കിലും അത് ചെയ്തിരിക്കുമെന്ന് പറയുന്നുണ്ടായിരുന്നു. എന്നേക്കാളും പകയും ഇതൊക്കെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളാണ് അനാമിക, അതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ എല്ലാ കാര്യങ്ങളും പുറത്തു വരും എന്ന് പറയുമ്പോൾ ജലജയ്ക്കും ഒരു സന്തോഷമാവുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നീട് നവ്യേനെയാണ് കാണിക്കുന്നത്. നവ്യേൻ്റെ അടുത്തേക്ക് നയന വരുന്നുണ്ടായിരുന്നു. നയന വന്നിട്ട് പറയും ചേച്ചിക്ക് അറിയാലോ ഈ വീട്ടിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം, അതുകൊണ്ട് ഇനിയിപ്പോൾ അനാമികയുടെയും അതുപോലെ തന്നെ അപ്പച്ചിയുടെയും ഇളയമയുടെയും കൂടെ ഒന്നും ചേച്ചി നിന്ന് സംസാരിക്കരുത് എന്ന് പറയും കേട്ടോ. അപ്പം അനാമികയുടെ കൂടെ ഞാൻ എന്തായാലും നിൽക്കുന്നില്ല, പക്ഷേ എൻ്റെ അമ്മായിയമ്മയുടെയും ഇളയമയുടെയും കൂടെ നിൽക്കണ്ടെന്ന് പറയാം, നിനക്ക് എങ്ങനെ പറ്റുന്നതെന്ന് ചോദിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അനാമികയുടെ സ്വഭാവമൊക്കെ ചേച്ചിക്ക് നന്നായിട്ട് അറിയാവുന്നല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം, അന്ന് ആദർശേട്ടൻ്റെ കൂടെ നിൽക്കരുത് എന്ന് ഞാൻ പറഞ്ഞിട്ട് നീ കേട്ടില്ലല്ലോ, നീ ഇപ്പോഴും അയാളുടെ കൂടെ തന്നെയല്ലേ നിൽക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നയന പറയുന്നുണ്ടായിരുന്നു അങ്ങനെ ഞാനും കൂടെ ആദർശേട്ടൻ്റെ കൂടെ നിന്നിട്ടില്ലെങ്കിൽ ദൈവം പോലും എന്നോട് പൊറുക്കില്ല എന്ന് പറയുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ടായിരുന്നു അതെന്താ ദൈവത്തിന് കണ്ണ് കാണില്ലേ എന്ന് ചോദിക്കും കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീട്ടിലേക്ക് ചെല്ലുമ്പോൾ എന്നെയും അബീനെയും കാണുന്നതൊക്കെ ഒരു ദേഷ്യം പോലെയാണ് അച്ഛനും അമ്മയ്ക്കൊക്കെ, അതുപോലെ നീ ഇങ്ങനെ ദൈവത്തിനെ മാറ്റിയെടുത്തോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്, അവരെ മാറ്റിയെടുത്ത പോലെ. അപ്പോൾ ഞാൻ ആരെയും മാറ്റിയെടുത്തിട്ടൊന്നുമില്ല, ഞാൻ എന്നും ശരിയുടെ ഭാഗത്തേ നിൽക്കുള്ളൂ എന്ന് നയന പറയുകയാണ് കേട്ടോ.
എന്തായാലും അനാമികയുടെ കൂടെ ഞാൻ എന്തായാലും നിൽക്കില്ല. പക്ഷേ എനിക്ക് എൻ്റെ അമ്മായിയമ്മയുടെയും ഇളയമ്മയുടെയും കൂടെ നിന്നേ പറ്റുള്ളൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനാമിക ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിന് ഒരു പരിധി വരെ കാരണക്കാരൻ അനി തന്നെയാണ്. കല്യാണം കഴിഞ്ഞ ശേഷം അവൻ നമ്മുടെ നന്ദുവിൻ്റെ പിറകെ നടക്കല്ലേ. പിന്നെ കാണാൻ പാടില്ലാത്ത കാഴ്ചകളാണല്ലോ അവളും കണ്ടിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കും എന്നൊക്കെ ഇങ്ങനെ അനാമികേനെയും സപ്പോർട്ട് ചെയ്ത് പറയുന്നുണ്ട് നവ്യ. അപ്പോൾ നവ്യ പറയുന്നുണ്ടായിരുന്നു, ഞാൻ അനാമികയുടെ കൂടെ എന്തായാലും നിൽക്കുന്നില്ല, എൻ്റെ അമ്മായിയമ്മയുടെയും ഇളയമ്മയുടെയും കൂടെ നിന്നേ എനിക്ക് പറ്റുള്ളൂ എന്ന് പറയും കേട്ടോ. അപ്പോൾ പിന്നീട് നൈന അങ്ങ് പോകാനായിട്ട് തുടങ്ങുന്ന സമയത്ത് നിർത്തിയിട്ട് പറയുന്നുണ്ടായിരുന്നു നവ്യയാണെങ്കിലും, ഇപ്പോൾ അനഘ അങ്ങനെ കിടക്കാൻ കാരണം ഈ ആദർശേട്ടനാണോ എന്ന് എനിക്ക് നല്ല സംശയമുണ്ട്. ഡോക്ടർമാരെ കൊണ്ട് അവളെ ഇങ്ങനെ കിടത്തിയതാണോ എന്നും എനിക്ക് സംശയമുണ്ട് എന്ന് പറയുമ്പോൾ നൈന നവ്യനോട് പറയുന്നുണ്ടായിരുന്നു, എൻ്റെ ആദർശേട്ടൻ എന്തായാലും ഒരിക്കലും അങ്ങനെയൊന്നും ചെയ്യില്ല. ഇനിയിപ്പോൾ മറ്റാരെങ്കിലും അങ്ങനെ ചെയ്യുമോ എന്നുള്ളത് ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ നൈന അവിടെ നിന്ന് അങ്ങ് പോകുന്നത്. പിന്നീട് നവ്യയാണെങ്കിലും നൈന അങ്ങനെ പറഞ്ഞു പോയപ്പോൾ അങ്ങനെ അതിനെക്കുറിച്ച് ഇങ്ങനെ ആലോചിച്ച് നിൽക്കുന്നതായിട്ട് കാണിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇത്രയൊക്കെയാണ് എപ്പിസോഡിൽ കാണിച്ചിട്ടുണ്ടായിരുന്നത്. റിവ്യൂ ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. താങ്ക്